ദേ ഇത് എൻ്റെ ഈ പിന്നിൽ കാണുന്ന 7 സെന്റിലായിട്ട് 2600 സ്ക്വയർ ഫീറ്റിലുള്ള ഈ അടിപൊളി ഒരു വീടാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ. നമസ്കാരം, ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉള്ളൂർ പുളിയനർക്കോട്ട ജംഗ്ഷൻ സമീപമാണ്. ഉള്ളൂർ ജംഗ്ഷൻ സമീപം പോങ്ങമൂട്, ഉള്ളൂർ, കേശവാവസരം, പട്ടം ഒക്കെ നോക്കുന്നവർക്കോ അല്ലെങ്കിൽ കിംസ് ഹൈവേ ബേസ് ചെയ്തൊക്കെ നോക്കുന്നവർക്കുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ എത്തിയിരിക്കുന്നത്. 7 സെന്റിലായിട്ട് 2600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകൾ കൂട്ടിയുള്ള ഒരു അടിപൊളി ഒരു വീടാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. അതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് എൻ്റെ ഈ പിന്നിൽ കാണുന്ന 7 സെന്റിലായിട്ട് 2600 സ്ക്വയർ ഫീറ്റിലുള്ള ഈ അടിപൊളി ഒരു വീടാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ. ഇതിന്റെ പ്രൈസ് റേഞ്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. കാരണം ഇത്രയും പ്രൈസ് റേഞ്ചിലേക്ക് സിറ്റിയിൽ ഇത്രയും ഒരു ആക്സസിബിലിറ്റി ഉള്ള എത്രയും നല്ലൊരു ലക്ഷറി ഹൗസ് കിട്ടാൻ വളരെ റെയർ ആണ്. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ വീഡിയോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ, എൻ്റെ ഈ പിന്നിൽ കാണുന്ന ഇത്രയും അത് 1, 2, 3, 4 കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല വൈഡ് ആയിട്ടുള്ള ഒരു മുറ്റം, അല്ലെങ്കിൽ നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മുറ്റം. ഇവിടെ കണ്ടാൽ 7 സെന്റ് സ്ഥലമായതുകൊണ്ട് നമുക്ക് ഈ സൈഡിലേക്ക് വേണമെങ്കിൽ 1, 2 കാർ പാർക്ക് ചെയ്യാം. കാർ പോർച്ചിലേക്ക് ഒരു കാർ പാർക്ക് ചെയ്യാം. ആ സൈഡിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു കാർ പാർക്ക്, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 4, 5 കാർ വേണമെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു വീടാണ്. ഈ കാണുന്ന നല്ല അതിമനോഹരമായിട്ടുള്ള 4 ബെഡ്റൂമുകളിൽ കൂട്ടിയുള്ള ഈ വീട്ടിലേക്ക് ഞാൻ ഫസ്റ്റ് അകത്തേക്ക് കയറിയിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. അകത്ത് കയറിയപ്പോൾ എനിക്കൊരു ഫീൽ ചെയ്യുന്നു പറഞ്ഞാൽ ഇതിന്റെ റൂംസുകളാണ് കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ്, അതുപോലെ തന്നെ ഹാള് നമുക്ക് കാണാം. അതുകൊണ്ടാണ് ഞാൻ ഈ വീട് കൂടുതൽ നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ് കുറഞ്ഞൊരു വീടാണ്. ഓക്കെ, നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു കിണർ കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല കാർ പോർച്ച് ഉണ്ട്. കൃഷി ചെയ്യാനുള്ള അത്യാവശ്യം സ്ഥലമുണ്ട്. സ്ക്വയർ പ്ലോട്ടാണ് കേട്ടോ. അത് നോക്കിയാൽ നല്ല ഹൈ റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ്. അത്യാവശ്യം നല്ല വൈഡ് റോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്തേക്ക് വരാൻ പറ്റും. അകത്തേക്ക് കയറുമ്പോൾ തന്നെ സിറ്റ് ഔട്ട് ഏരിയ എന്ന് പറയുന്ന നല്ല രീതിയിലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു വൈഡ് ആയിട്ടുള്ള നല്ലൊരു ഏരിയ ആണ്. ഇവിടെ വെച്ച് പ്രായമുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഇതുപോലത്തുള്ള ഹാൻഡ് ഡ്രില്ലുകളും കൊടുത്തിട്ടുള്ളത്. അപ്പൊ പൂർണ്ണമായും വാസ്തുപ്രകാരം കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ള വീടാണ്. ഈസ്റ്റ് ഫേസിംഗ് ആണ്. അപ്പൊ ഇതിൽ ഉപയോഗിച്ചുള്ള തടികളെല്ലാം തന്നെ തേക്കിൻ തടിയിലായിട്ട് നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള നല്ല അടിപൊളി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളാണ് നമുക്കുള്ളത്. അത് ഇന്റീരിയർ ഡിസൈനിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു മോഡേൺ പോലെ ഒരു ഒരു മോഡേൺ ടെക്നോളജി ആയിട്ടൊന്നുമല്ല ഉള്ള കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി കൺസ്ട്രക്ഷൻ ആണ്. കംപ്ലീറ്റ് തേക്കൻ തടിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. കംപ്ലീറ്റ് ചുടുകല്ലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീട് നോക്കിയേ, നല്ല അത്യാവശ്യം ലിവിങ് സ്പേസ് ഒക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഏത് രീതിയിലാണ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത്യാവശ്യം സ്പേസസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ്. നമുക്ക് ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെറുതോ വലുതോ എത്ര വേണോ ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാൻ പറ്റുന്നതിലുള്ള അവിടെയും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത് ആ സൈഡിലേക്ക് വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഈ വീട്ടിലേക്ക് കയറാൻ നല്ല ഒരു സ്പേസസ്, നമ്മുടെ നല്ല രീതിയിലുള്ള വൈഡ് ആയിട്ടുള്ള വലിയ റൂംസുകൾ, വലിയ ഹാളുകളൊക്കെയാണ് നമുക്ക് ഉള്ളത്. താഴത്തെ ഫ്ലോറിലേക്ക് നമുക്ക് വരുന്നത് 2 ബെഡ്റൂമുകളാണ് കേട്ടോ. ഒരു ബെഡ്റൂമും ഇതും ശരിക്കും ഒരു മാസ്റ്റർ ബെഡ്റൂം ആണെന്ന് കേട്ടാൽ മാസ്റ്റർ ബെഡ്റൂം മുകളിലാണ്. എന്നാലും ഇതൊരു മാസ്റ്റർ ബെഡ്റൂം ഫീലിംഗ് ചെയ്യുന്ന രീതിയിലേക്കുള്ള നല്ല രീതിയിലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം, അതും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകളെല്ലാം നല്ല സ്റ്റോറേജ് സ്പേസുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വന്നാലും ആ ബെഡ്റൂമും നല്ല രീതിയിലുള്ള സ്പേഷ്യസ് ആണ് കേട്ടോ. അതും അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടിയാണ് കൊടുത്തിട്ടുള്ളത്. ഈ വീടൊക്കെ എടുക്കുന്നവർക്ക് എടുത്തൊരു മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏത് രീതിയിലും വർക്ക്ഔട്ട് ചെയ്യാൻ കേട്ടോ. റെന്റിങ് പർപ്പസിനായാലോ നിങ്ങൾക്ക് താമസിക്കാനോ ഒക്കെ ഏത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള വീടാണ്. മെയിൻ റോഡിന് വളരെ അടുത്തായതുകൊണ്ട് തന്നെ ഹൈ റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഡ്രൈനേജ് ഫെസിലിറ്റി എല്ലാം തന്നെ ഇതിനകത്തേക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സിറ്റി ഏരിയയിലേക്ക് നമ്മൾ ഇത്രയും ഒരു വൈഡ് ആയിട്ടുള്ള കിച്ചൺ ഏരിയ കൊടുക്കുന്നത് വളരെ റയറാണ് കേട്ടോ. അപ്പൊ നോക്കിയാൽ നല്ല രീതിയിലുള്ള കിച്ചൺ ഏരിയ ആണ്. സ്റ്റോറേജ് സ്പേസുകളുടെ ഒരു കലവറ തന്നെ ഉണ്ട്. നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോറേജ് സ്പേസുകൾ, ധാരാളം സ്റ്റോറേജ് സ്പേസ്. ഇതെല്ലാം തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. താഴെ സൈഡ് ബോർഡും മുകളിലത്തെ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നോക്കിയാൽ കംപ്ലീറ്റും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ സൈഡിലായിട്ട് ഒരു വർക്ക് ഏരിയയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വർക്ക് ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വാതിലും കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വാസ്തുപ്രകാരമാണ് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത്. എല്ലാ രീതിയിലും അതിൻ്റെതായ രീതിയിൽ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. അവിടെ തന്നെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കിച്ചൺ ഉണ്ട്, വർക്ക് ഏരിയ ഉണ്ട്, സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പൊ നമുക്ക് മുകളിലത്തേക്ക് ഫ്ലോറിലേക്ക് പോകുമ്പോഴേക്ക് ഇതെല്ലാം നല്ല തടിയിലാണ് കേട്ടോ ഹാൻഡിലെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് മുകളിലേക്ക് പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല
വീതിയുള്ള സ്റ്റെയർ കേഴ്സാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഇവിടെ കയറി വരുമ്പോഴായാലും ശരി തന്നെ നല്ല രീതിയിലുള്ള ഒരു ഹോളാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഹോളൊക്കെ തന്നെ നല്ല രീതിയിൽ ഒരു സ്പേഷ്യസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കിതിൽ അത്യാവശ്യം മെയിൻ്റെനൻസ് വർക്കുണ്ട്. കാരണം ഇതിൽ പെയിൻറ്റിങ്ങിൻ്റെ വർക്കുണ്ട്, കുറച്ച് നമ്മുടേതായ രീതിയിലുള്ള ഇന്നത്തെ ഒരു രീതിയിലേക്ക് ഒന്ന് ഡിസൈൻ ചെയ്തൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി വീടാണ് ഇത്. അതിൻ്റെ ഒരു ബെഡ്റൂം എന്നുള്ളത് മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് കൊടുത്തിട്ടുള്ളത്. ആ ബെഡ്റൂമുകൾ കണ്ടില്ലേ, ഒരു 14-14 വരും. കാരണം അത്ര നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള, അതും അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലും സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. AC എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം, ആ ബെഡ്റൂമിലും സ്പേഷ്യസിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അത് കണ്ടില്ലേ, നല്ല രീതിയിലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം. അതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സിംഗ് റൂമായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂം. അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ, ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള സിറ്റ് ഔട്ട് ഏരിയ കേട്ടോ. ഈ ലൊക്കേഷൻ നോക്കിയാൽ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ, നല്ല ഹൈ റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ. നോക്കി, ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ പച്ചക്കറിയൊക്കെ അവർ കൃഷി ചെയ്യുന്നുണ്ട്. അതിനുള്ള അത്രയും ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ്. അതാ കണ്ടില്ലേ, നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ള, ശരിക്കും വലിയൊരു ഹാളിൻ്റെ അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ. നമുക്ക് ഇവിടെയൊക്കെ ഷീറ്റൊക്കെ ഇട്ട് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇതാ കണ്ടില്ലേ, നല്ല രീതിയിലുള്ള അടുത്തുള്ള വീടുകളൊക്കെ തന്നെ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി വീടാണ്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഇവിടെ നമുക്ക് മുകളിലേക്ക് സ്റ്റെയറിലേക്ക് പോകുന്ന സ്ഥലത്തായാലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് നമുക്ക് അവിടെ വാഷിംഗ് മെഷീൻ ആയാലും ഡ്രസ്സൊക്കെ ഇടാനായിട്ടുള്ള ഒരു ഷെഡും ഒക്കെ ഉണ്ട്. മുകളിലത്തെ ഫ്ലോറിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഇതിൻ്റെ ടെറസ് ഏരിയയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ ഒരു ആംബിയൻസ് നോക്കിയേ, നല്ല എയർ സർക്കുലേഷൻ ആയിട്ടുള്ള കംപ്ലീറ്റ് ആ ഏരിയ നോക്കിയേ, നല്ല രീതിയിലുള്ള ഏരിയ കേട്ടോ. മെഡിക്കൽ കോളേജൊക്കെ ആ കാണുന്നതാണ് മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജിൻ്റെയൊക്കെ വളരെ അടുത്തായിട്ടാണ് വരുന്നത്. നമുക്ക് ഏത് രീതിയിൽ സിറ്റിയുടെ ഏത് സ്ഥലത്തേക്കും പോകാനായിട്ടുള്ള ഒരു സെൻട്രൽ ആയിട്ടുള്ള സ്ഥലമാണ് ഇത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ സിറ്റിയുടെ ഏത് ഭാഗത്തേക്ക് പോകാനായിട്ടുള്ള ഈസി ആക്സസ് ഉള്ള ഒരു ഭൂമിയാണ് ഇതെന്നുള്ളതും, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ നിന്നായാലോ, കിംസിൽ നിന്നായാലോ, ഉള്ളൂരിൽ നിന്നായാലോ, പുലയർക്കോട്ടയിൽ നിന്നായാലോ, ലുലു മാളിൽ നിന്നായാലോ, ഏത് സൈഡിൽ നിന്ന് നമുക്കിതിലേക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനകത്ത് എത്താൻ പറ്റുന്ന 2 കിലോമീറ്റർ താഴെയുള്ള ദൂരമാണ്. 7 സെന്റിലായിട്ട് 4 or 5 കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള 2600 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 1,50,00,000 രൂപ മാത്രമാണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതിനായി കൊച്ചുവീട്ടിൽ പ്രോപ്പർട്ടീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.